അധ്വാനിച്ചേ പറ്റൂ. രണ്ടും കൂടെ ചേർത്ത് വെച്ചുള്ള നിസ്കാരം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടോന്നറിയില്ല. ളുഹർ ബാങ്ക് വിളിക്കുമ്പോ ഉസ്താദെ പറഞ്ഞു നോക്കൂ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അടുക്കളയിലൊക്കെ ഒരുപാട് ജോലിയാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പറയാ. നമ്മുടെ ജോലിയും തിരക്കും നമുക്കേ അറിയൂ. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? 3:45 അസർ ബാങ്ക് എങ്കിൽ 3:40 ളുഹർ നിസ്കരിക്കും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരുപാട് ജോലി തിരക്കുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാര്, എന്തെല്ലാം കച്ചവടമാണോ, എന്തെല്ലാം ബിസിനസ്സാണോ, എന്തെല്ലാം തിരക്കുള്ള ജീവിതമാണോ. അല്ലാഹുവിന്റെ വിളിയാളം കേട്ടാൽ ഏതെല്ലാം കൊടും തണുപ്പിൽ സുഖമായി പുതച്ചുറങ്ങുകയാണെങ്കിലും, ഏതെല്ലാം ശീതീകരിച്ച റൂമിന്റെ ഉള്ളിലാണെങ്കിലും, നിന്റെ അരമനയുടെ അകത്തളത്തിൽ നിന്റെ ചെവിയിലേക്ക് ബാങ്ക് കേൾക്കുമ്പോൾ മുഅ്മിനാണോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, മുഅ്മിനത്താണോ പ്രിയപ്പെട്ട പെങ്ങള്, നീ അവിടെ നിന്നും ഉണരണം കേട്ടോ. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാ. ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഈമാനുള്ള ആണിനും പെണ്ണിനും ഉറങ്ങാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ നിസ്കാരത്തിന്റെ സമയം, ആ നിസ്കാരം കളാക്കിയിട്ട്, ആ നിസ്കാരത്തിന്റെ സമയം ബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമുണ്ടല്ലോ, അതിന്റെ 10 മടങ്ങ് നഷ്ടമാ, അതിന്റെ 10 മടങ്ങ് നഷ്ടമാ. നീ ആ സമയത്ത് ഷട്ടറൊന്ന് താത്തിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് ഓടിപ്പോയാൽ ആ സമയം ആരൊക്കെ വരട്ടെ, എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കട്ടെ, പക്ഷേ അതൊരു നഷ്ടമല്ല കൂട്ടുകാരാ. അത് വലിയ ലാഭത്തിലേക്കുള്ള കാൽവെപ്പ, അത് ഉയർച്ചയിലേക്കുള്ള കാൽവെപ്പ, അത് ഉന്നതിയിലേക്കുള്ള കാൽവെപ്പ. ഇന്ന് വരെയും നിസ്കാരമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാ, നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഉസ്താദേ, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഞങ്ങൾ കണ്ണൂരിലുള്ള പെങ്ങന്മാരാ, ഞങ്ങൾ കണ്ണൂരിലുള്ള ഉമ്മാമാരാ, നിങ്ങളെ കൊല്ലത്തുള്ള ഉമ്മമാരെ പോലെയല്ല. കൃത്യമായി ഞങ്ങൾ നിസ്കരിക്കുന്നവരാ, നിത്യമായി ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാ, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു താളെങ്കിലും ദിനേന ഓതുന്നവരാ, മൗലിദിന്റെ ഏടുകൾ ഓതുന്നവരാ, സ്വലാത്ത് ചൊല്ലുന്നവരാ, തക്ബീർ ചൊല്ലുന്നവരാ, തഹ്ലീൽ ചെയ്യുന്നവരാ, എല്ലാ കർമ്മവും ചെയ്യുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പറയും, ഉസ്താദേ ഞങ്ങളും തിരക്കേടില്ല, തഹജ്ജുദ് കൊണ്ട് തുടങ്ങുന്ന ഞങ്ങളുടെ നിസ്കാരം, വിത്ർ കൊണ്ട് ഞങ്ങളിതാ ആ വിത്റും നിസ്കരിക്കുകയാ, റവാത്തിബ് നിസ്കരിക്കുകയാ, അവ്വാബി നിസ്കരിക്കുകയാ, ദുഹാ നിസ്കരിക്കുകയാ, ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുകയാ, ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുകയാ. ഞാൻ ചോദിക്കുന്നു, ഇന്നുവരെ, ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത ഏതെങ്കിലും ഒരു ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം നൊന്ത് ഹൃദയത്തിന്റെ ഉള്ളറിഞ്ഞ് പടച്ചവനോട് പറഞ്ഞിട്ടുള്ളതാരാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഉസ്താദേ, ഒരു റക്അത്ത് എന്തായിരുന്നാലും പടച്ചവൻ കബൂലാക്കിയിട്ടുണ്ടാവും? ഈമാൻ വേണം, ഉറപ്പ് വേണം, പടച്ചവൻ സ്വീകരിക്കും എന്നുള്ള താല്പര്യത്തോടെ വേണം ഇബാദത്ത് ചെയ്യാൻ. പക്ഷേ ഞാൻ പറയുന്നു, ആ ഉറപ്പ്, സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറ്റൂല. അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, അള്ളാഹു ഓശാരമായി തരുന്ന സ്വർഗം, അള്ളാഹു ഔദാര്യമായി തരുന്ന സ്വർഗം, അള്ളാഹു ഫ്രീ ആയിട്ട് തരുന്ന സ്വർഗം,